മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസിനെ അങ്ങനെയൊന്നും വെറുതെ വിടാൻ KT ജലീൽ MLA ഉദ്ദേശിച്ചിട്ടില്ല. ശക്തമായി തന്നെ മുന്നോട്ട് പോകാനാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനം. ചില കുറിപ്പുകളൊക്കെ എഴുതി ചില പ്രതിരോധം തീർക്കാൻ വേണ്ടി PK ഫിറോസ് ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിന് മറുപടിയായിട്ടാണ് KT ജലീൽ MLA രംഗത്തുള്ളത്. അതിനുശേഷം പിന്നെ വീണ്ടും കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. PK ഫിറോസിനോട് മാത്രമല്ല, പ്രമുഖ അഭിഭാഷകനായ ഹരീഷ് വാസുദേവനോടും ആ ചോദ്യങ്ങൾ KT ജലീൽ MLA ചോദിക്കുന്നുണ്ട്. 4 ചോദ്യമെന്ന് എടുത്തു തന്നെ പറയാം. ആ കുറിപ്പ് ഇങ്ങനെയാണ്: യഥാർത്ഥ യുദ്ധം ബ്ലൂഫിൻ കമ്പനി കാണാനിരിക്കുന്നതേ ഉള്ളൂ. 2021 നിയമസഭാ ഇലക്ഷനിൽ ഏതാണ്ട് 22 ലക്ഷം രൂപ വിവിധ വ്യക്തികളിൽ നിന്ന് കടം വാങ്ങിയതായാണ് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ് നാമനിർദ്ദേശക പത്രിക സമർപ്പിച്ചപ്പോൾ സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഈ പണം ബാങ്ക് മുഖേനയാണോ ഫിറോസ് വാങ്ങിയതെന്ന് വ്യക്തമാക്കാൻ അദ്ദേഹത്തിന് ബാധ്യതയുണ്ട്. അല്ലെങ്കിൽ അതിനെ കള്ളപ്പണമായി കരുതേണ്ടി വരും. അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവന് കൊടുക്കാനുള്ള 1 ലക്ഷം അദ്ദേഹത്തിൻ്റെ അച്ഛൻ 2011 സ്ഥലം വാങ്ങാൻ ഫിറോസിന് കൊടുത്ത ലക്ഷങ്ങൾക്ക് പുറമെയാണോ? വ്യക്തമാക്കേണ്ടത് ഫിറോസും ഹരീഷ് വാസുദേവനുമാണ്. അതല്ല, ഫിറോസിൻ്റെ നിക്ഷേപമില്ലാത്ത സംരംഭത്തിലേക്ക് ഓഹരിയായിട്ടാണോ ഹരീഷ് ആ തുക കൊടുത്തത്? അക്കാര്യം ഹരീഷാണ് വെളിപ്പെടുത്തേണ്ടത്. സത്യവാങ്മൂലത്തിൻ്റെ കോപ്പി ഇമേജിലുണ്ട്. ബ്ലൂഫിൻ വില്ല പ്രൊജക്റ്റ് പണിയാൻ എവിടെയാണ് ഫിറോസ് ഭൂമി എടുത്തിരിക്കുന്നത്? വയനാട്ടിലാണോ കോഴിക്കോട്ടാണോ? ആ ഭൂമി വാങ്ങാനുള്ള പണം ഫിറോസിന് കിട്ടിയത് എവിടെ നിന്നാണ്? പത്രക്കാരെ നേരിൽ കണ്ട് ഈ ചോദ്യങ്ങൾക്ക് തെളിവ് ഉയർത്തി മറുപടി പറയാൻ ഫിറോസിന് ധൈര്യമുണ്ടോ? സഹോദരൻ ബുജേറിൻ്റെ ജാമ്യത്തിന് വേണ്ടിയുള്ള നെട്ടോട്ടത്തിനിടെ തിരക്കിലാണെങ്കിലും ഫേസ്ബുക്കിലൂടെ മറുപടി പറഞ്ഞാലും മതി. ഫിറോസിൻ്റെ വില്ല പ്രൊജക്റ്റിൽ പണം നിക്ഷേപിച്ച് വഞ്ചിക്കപ്പെടാതിരിക്കാൻ ലീഗിലെ പുത്തൻ പണക്കാർ ശ്രദ്ധിച്ചാൽ അവർക്ക് നല്ലത്. അതിനൊപ്പം തന്നെ ഒരു ചെറിയ കാര്യം കൂടി പറയുന്നുണ്ട്. മയക്കുമരുന്നിന് അടിമയായ സഹോദരൻ ബുജേറിൻ്റെ വക്കീലെ തൻ്റെ സഹപാഠി ഹരീഷ് വാസുദേവനെയാണോ ഫിറോസ് ഏർപ്പാടാക്കിയിരിക്കുന്നത്? ഹരഹരോ ഹരഹര എന്ന് പറഞ്ഞാണ് ആ കുറിപ്പ് അവസാനിക്കുന്നത്. സുപ്രധാനമായിട്ട് 5 ചോദ്യമാണ് ചോദിക്കുന്നത്. പിന്നെ PK ബുജേറിനോട് ചേർന്ന് ഒരു ചോദ്യം കൊണ്ട് അങ്ങനെ 6 ചോദ്യമാണ് ഹരീഷ് വാസുദേവനോടും PK ഫിറോസിനോടും KT ജലീൽ MLA ചോദിക്കുന്നത്. സുപ്രധാനമായ ചോദ്യമാണ്. വലിയൊരു ബിസിനസ് പ്രോജക്റ്റുമായിട്ട് PK ഫിറോസ് MLA മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ സ്റ്റാർട്ടിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് എവിടെ നിന്നാണ് വന്നത് എന്ന കാര്യമാണ് സുപ്രധാനമായിട്ട് ചോദിക്കുന്നത്. അത് മാത്രമല്ല, മുൻപ് എത്ര പണം വാങ്ങി, അത് എങ്ങനെയാണ് വാങ്ങിയെന്ന കാര്യം കൂടി ശ്രദ്ധേയമായി ചോദിക്കുന്നുണ്ട്. ബാങ്ക് വഴിയാണോ, ബാങ്ക് അല്ലാതെയാണോ? ബാങ്ക് വഴി അല്ല ആ പണം വാങ്ങിയതെങ്കിൽ അത് കള്ളപ്പണത്തിൻ്റെ പരിധിയിൽ വരുമെന്ന കാര്യം കൂടി സുപ്രധാനമായിട്ട് KT ജലീൽ MLA ചോദിക്കുന്നുണ്ട്. അപ്പോൾ വ്യക്തമാണ്, അങ്ങനെയൊന്നും വെറുതെ വിടാൻ PK ഫിറോസിനെ അങ്ങനെയൊന്നും വെറുതെ വിടാൻ KT ജലീൽ MLA തീരുമാനിച്ചിട്ടില്ല. ശക്തമായി തന്നെ മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ശ്രദ്ധേയമായ കാര്യം വെച്ചാൽ ഒരു മറുപടി മാത്രമാണ് PK ഫിറോസിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷം പിന്നെ ആ മറുപടിക്ക് ഒരു മറുപടി KT ജലീൽ MLA കൊടുത്തു. അതിനുശേഷം പിന്നെ പുതിയ തെളിവ് കൂടി പുറത്തു വിട്ടു. എന്നിട്ടും ഇതുവരെ PK ഫിറോസ് സംസാരിച്ചിട്ടില്ല. അനിയൻ്റെ കേസ് പൊങ്ങി വന്നതിന് ശേഷം അദ്ദേഹം കാര്യമായിട്ട് സാമൂഹ്യ മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിട്ടില്ല. അല്ലെങ്കിൽ സ്ഥിരമായിട്ട് മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് പത്രക്കാരെ കണ്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് ഇടതുപക്ഷ സർക്കാരിനെ കുറച്ച് സ്ഥിരയൊക്കെ പറയാറുണ്ട്. പക്ഷേ എന്നിരുന്നാൽ അനിയൻ്റെ കാര്യം പൊങ്ങി വന്നതിന് ശേഷം, PK ബുജേറിൻ്റെ കേസ് പൊങ്ങി വന്നതിന് ശേഷം അദ്ദേഹം ഒരു തവണ മാത്രമാണ് മാധ്യമങ്ങളെ കണ്ടിട്ടുള്ളത്. മാത്രമല്ല, KT ജലീൽ MLAയുടെ ആരോപണങ്ങൾക്ക് മറുപടിയായിട്ട് ഒരൊറ്റ കുറിപ്പ് മാത്രമാണ് ഇട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വ്യക്തമായൊരു കാര്യമുണ്ട്, സൈലൻ്റായി പോയിരിക്കുകയാണ്, നിശബ്ദരായിരിക്കുകയാണ്. അതിനകത്ത് തന്നെ കുറ്റം അദ്ദേഹം അംഗീകരിച്ചോ എന്നൊരു ചോദ്യം കൂടിയുണ്ട്. അത് സുപ്രധാനമായ ചോദ്യമാണ്. മറുപടി പറയേണ്ടത് PK ഫിറോസ് തന്നെയാണ്. ഇവിടെ PK ഫിറോസിന് മാത്രമല്ല, ഫിറോസിനെ ന്യായീകരിക്കാൻ വേണ്ടി രംഗത്തുനിന്ന് മുതിർന്ന അഭിഭാഷകനും വ്യക്തമായൊരു മറുപടി KT ജലീൽ MLA കൊടുക്കുന്നുണ്ട്. എന്തായാലും ലീഗ് രാഷ്ട്രീയം വളരെ രസകരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ലീഗിനകത്തുള്ള പുത്തൻ പണക്കാർക്കുള്ള ഒരു ഉപദേശം എന്ന രീതിയിലാണ് ആ കുറിപ്പ് അവസാനിക്കുന്നത്. വെറുതെ പോയി പണം ഇൻവെസ്റ്റ് ചെയ്ത് ആ പണം നഷ്ടപ്പെടുത്തേണ്ട എന്ന കാര്യം കൂടി KT ജലീൽ MLA പറയുന്നുണ്ട്. എന്തൊക്കെയായാലും ലീഗിൻ്റെ കാര്യം വളരെ രസകരമായിട്ട് മുന്നോട്ട് പോവുകയാണെന്ന് പറയാം. സംസ്ഥാനത്ത് ഉയർന്നു വന്നിട്ടുള്ള ഏറ്റവും പുതിയ ആരോപണങ്ങളിൽ, ധനകാര്യ തട്ടിപ്പ് ആരോപണങ്ങളിൽ പ്രതിസ്ഥാനത്തുള്ളത് ലീഗുകാർ തന്നെയാണെന്ന കാര്യം കൂടി എടുത്ത് പറയേണ്ടതാണ്. TP ഹാരിസ് MLAയുടെ ഏകദേശം 50 കോടി രൂപയുടെ വലിയ തട്ടിപ്പാണെന്നാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വയനാട്ടിലെ ഭൂമി തട്ടിപ്പുണ്ട്, പിന്നെ കത്ത് ഒന്ന ഫണ്ട് തട്ടിപ്പുണ്ട്, അങ്ങനെ തട്ടിപ്പോട് തട്ടിപ്പ്. അതാണിപ്പോൾ KT ജലീൽ MLA വ്യക്തമായിട്ടും ജനങ്ങൾക്ക് മുന്നിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്.